സഹോദരങ്ങളെ, എ ജബ്ബാർ എന്ന മനുഷ്യൻ ഒരു കവലച്ചട്ടമ്പി എന്നാണ് അയാളെപ്പറ്റി പറയേണ്ടത്. ദുഷ്ടബുദ്ധി കൂടിയാണ് അയാൾ. ഒപ്പം തന്നെ ദുരഹങ്കാരിയുമാണ്. കാരണം യാതൊരർത്ഥവുമില്ലാതെ അള്ളാഹുവിനെയും റസൂലിനെയും തെറി പറയുകയും ഖുർആനിനെ വക്രീകരിക്കുകയും ചെയ്യുകയാണ് ജബ്ബാർ ചെയ്യുന്നത്. ജബ്ബാർ ഏറ്റവും ഒടുവിൽ സൂറത്ത് അഹ്സാബിനാണ് വ്യാഖ്യാനം പറയുന്നത്. ഈ വ്യാഖ്യാനത്തിൽ എന്തൊക്കെ അബദ്ധങ്ങളാണ് ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാവണമെങ്കിൽ കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കേണ്ടതുണ്ട്. ഈ സൂറയിലെ ആദ്യത്തെ 3 ആയത്തുകളുമായി ബന്ധപ്പെട്ട് ജബ്ബാറിൻ്റെ വാചാട്ടോപ്പത്തിനാണ് നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇനി 4ാമത്തെ സൂക്തം ആയത്ത്, അത് തുടങ്ങുന്നത് മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി എന്നാണ്. മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി എന്നതിനർത്ഥം ഒരു മനുഷ്യനും അള്ളാഹു അയാളുടെ ഉള്ളിൽ 2 ഹൃദയം നൽകിയിട്ടില്ല. അപ്പോൾ 2 ഹൃദയം നൽകിയിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് 2 കാരണമാണ്. ഒരു കൂട്ടർ പറയുന്നത് മക്കയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ വലിയ ബുദ്ധിമാനായിരുന്നു. ജമീൽ ബിൻ മുഅമ്മർ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അയാൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് ആളുകളോട് സംസാരിക്കും. അപ്പോൾ ആളുകൾ പറഞ്ഞു, മുഅമ്മറിന് ജമീലിന് 2 ഹൃദയമുണ്ട്, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. അയാളും തന്നെ അത് വാദിച്ചു തുടങ്ങി, എനിക്ക് 2 ഹൃദയമുണ്ട്. ഇതാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, ശത്രുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു, മുഹമ്മദിന് 2 ഹൃദയമുണ്ട്, അതുകൊണ്ടാണ് മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കാരണം ഈ സംഗതി എന്തായിരുന്നാലും, ഈ അഭിപ്രായങ്ങൾ ഏത് ശരിയായാലും 2ഉം ശരിയാവാം. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി എന്നാണ്. അള്ളാഹു ഒരു മനുഷ്യനും അയാളുടെ ഉള്ളിൽ 2 ഹൃദയം നൽകിയിട്ടില്ല, ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇവിടെ ജബ്ബാർ പറയണത് വാഹിദി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇങ്ങനെ ഈ ജമീലിനെ സംബന്ധിച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അയാൾക്ക് 2 ഹൃദയമുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു. അയാളും അത് ഏറ്റു പറഞ്ഞപ്പോൾ മുഹമ്മദ് അവതരിപ്പിച്ചതാണ് ഈ ആയത്ത് എന്ന് വാഹിദി പറഞ്ഞു. ഇതൊരു പച്ചക്കള്ളാണ്. കാരണം വാഹിദി മുഹമ്മദ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അത് ജബ്ബാറിൻ്റെ വകെ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. വാഹിദി പറയുന്നത് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതെന്നാണ്. ജബ്ബാറിൻ്റെ മാതിരി വാഹിദി യുക്തിബോധമില്ലാത്ത യുക്തിവാദി ആയിരുന്നില്ലല്ലോ. പക്ഷേ ജബ്ബാർ പറഞ്ഞത് വാഹിദി മുഹമ്മദ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ എന്ത് നുണയും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഒരുത്തനാണ് ജബ്ബാർ. എന്നിട്ട് ജബ്ബാർ പറയണത് എന്താണ്? ഒരാൾക്കും 2 ഹൃദയമില്ല എന്ന് പറയുന്നത് വിടുവായത്തമാണെന്നാണ്. അപ്പോൾ ജബ്ബാറിൻ്റെ കാഴ്ചപ്പാടിൽ 2 ഹൃദയമുള്ള മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ടാണല്ലോ അയാൾ ഖുർആനിൽ പറയുന്നത് വിടുവായത്തമാണെന്ന് പറയുന്നത്. ജബ്ബാറിന് അങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല, ജബ്ബാർ അത് പറയണമുണ്ട്. സയാമീസ് ഇരട്ടകൾക്ക് 2 ഹൃദയമുണ്ട് എന്ന് പറഞ്ഞാൽ, സയാമീസ് ഇരട്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്ത്രീയുടെ ഒരു പ്രസവത്തിൽ 2 കുട്ടികൾ ഒട്ടിച്ചേർന്ന് ജനിക്കുന്നു. അതിനെ ശസ്ത്രക്രിയയിലൂടെ പലപ്പോഴും വേർപെടുത്താറുണ്ട്. പണ്ടങ്ങനെ ഒരു ശസ്ത്രക്രിയ കണ്ടെത്തിയിരുന്നില്ലെങ്കിൽ ആധുനിക കാലത്ത് ശസ്ത്രക്രിയ നടത്തിയിട്ട് അവരെ വേർപെടുത്തുന്നുണ്ട്. ഇവർക്ക് എന്തുകൊണ്ടാണ് സയാമീസ് ഇരട്ടകൾ എന്ന് പറയുന്നത്? ജബ്ബാറിൻ്റെ അതനുസരിച്ച് ഇവർക്ക് ഇരട്ട എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ 2 ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ 2 ആളുകളിലാണ് 2 ഹൃദയമുള്ളത്. അത് പക്ഷേ ജബ്ബാർ കൊണ്ടുപോയിട്ട് ഈ 2 ആളുകളെയും ഒറ്റ മനുഷ്യരാക്കി, എന്നിട്ട് അവരിൽ 2 ഹൃദയമുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജബ്ബാർ പറയുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം, മനുഷ്യൻ്റെ ഹൃദയം അത് നെഞ്ചിലല്ല, തലച്ചോറിലാണ്. മസ്തിഷ്കം കൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, ഹൃദയം കൊണ്ടല്ല എന്നൊക്കെയാണ് ജബ്ബാർ തട്ടി വീണത്. ഇവിടെ ഖുർആൻ എന്താ പറഞ്ഞത്? ജബ്ബാർ എന്താ പറഞ്ഞത്?
ഖുർആൻ ഇവിടെ മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫീ സദ്രിഹി എന്ന് പറഞ്ഞു പോകും. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഖുർആൻ ഇവിടെ മനുഷ്യൻ ചിന്തിക്കുന്നത് അവൻ്റെ ഹൃദയം കൊണ്ടാണെന്ന് എവിടെയും പറഞ്ഞില്ല. അതൊക്കെ ജബ്ബാറിൻ്റെ സ്വന്തം കണ്ടുപിടുത്താണ്, ഖുർആൻ്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങളാണ്. കാരണം ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിനെ എങ്ങനെയെങ്കിലും അപമതിച്ചിട്ട് ആളുകളെ അതിന് പിന്തിരിപ്പിക്കണം, അങ്ങനെ ഇസ്ലാം തീർത്ത് നശിപ്പിക്കണം എന്നുള്ളതാണ് ജബ്ബാർ തൻ്റെ വ്രതമായിട്ട്, ജീവിത വ്രതമായിട്ട് സ്വീകരിച്ചിട്ടുള്ള സംഗതി. അതാണ് ജബ്ബാർ ഇങ്ങനെ പച്ച നുണ, നട്ടാൽ മുളക്കാത്ത നുണ എന്നൊക്കെ നമ്മൾ പറയുന്ന വിധത്തിലുള്ള നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഇവിടെ പറഞ്ഞത് മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. ഒരു മനുഷ്യൻ്റെ ഉള്ളിലും അള്ളാഹു രണ്ട് ഹൃദയം ഉണ്ടാക്കിയിട്ടില്ല. ഹൃദയം എന്നത് നെഞ്ചിലാണെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഖുർആൻ്റെ പ്രയോഗം വളരെ സൂക്ഷ്മമാണ്. കാരണം ഇവിടെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണെങ്കിലും ജമീൽ ബിൻ മുഹമ്മദിനെ സംബന്ധിച്ച് അയാളുടെ ആളുകൾ പറഞ്ഞത് എന്തായിരുന്നാലും രണ്ടും നമുക്ക് മുഖവിലേക്ക് എടുക്കാം. രണ്ടെടുത്താലും അവർ പറഞ്ഞിരുന്നത് ഇയാൾക്ക് രണ്ട് ഹൃദയം ഉണ്ട് എന്നാണ്. ഹൃദയം കൊണ്ടാണ് ഇയാൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്, ചിന്തിക്കുന്നത് എന്ന് മക്കയിലെ ആളുകൾ പറഞ്ഞതിന് മറുപടി പറയാൻ ഇവിടെ ഖുർആൻ ചെയ്തത്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു എന്ന അർത്ഥത്തിലല്ല ഖുർആൻ പറഞ്ഞത്. ഒരാൾക്ക് രണ്ട് ഹൃദയം അത് ഉണ്ടാക്കി കൊടുത്തില്ലാണല്ലോ. ഇവിടെ ജൗഫ് എന്ന പദം എന്താണ്, എന്തിനാണ് കുറിക്കുന്നത്? ജൗഫ് എന്ന മനുഷ്യൻ്റെ ഉള്ള്, അത് ഉള്ളെന്ന് പറയുമ്പോൾ വയറാവാം, നെഞ്ചാവാം, തലച്ചോറാവാം, ഒക്കെ ആവാം, ഏത് ഭാഗവും ആവാം. അപ്പോൾ വളരെ വിശാലമായി എടുക്കാവുന്ന ഒരു പദമാണ് ഖുർആൻ ഇവിടെ പ്രയോഗിച്ചത് ജൗഫ്. അത് ജബ്ബാർ ഉണ്ടായിട്ട് എന്താക്കി, നെഞ്ചെന്നാക്കി. നെഞ്ചത്ത് ഹൃദയം, എന്നിട്ട് ആ ഹൃദയം കൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു എന്ന് വരുത്തി തീർക്കുകയാണ്. ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് വേണം യഥാർത്ഥത്തിൽ ജബ്ബാറിന് ഖുർആൻ അവമതിക്കാൻ. എന്താണ് ഖുർആൻ പറഞ്ഞത്, ഈ അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്, അതൊന്നും ജബ്ബാറിന് നോക്കേണ്ട കാര്യമില്ല. കാരണം ജബ്ബാർ വലിയ ഭാഷാപടുവായിട്ട് അഭിനയിക്കുകയാണ്. അവർ മനുഷ്യൻ്റെ അഹങ്കാരം അയാളെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജബ്ബാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ജബ്ബാർ പറയുന്നതനുസരിച്ച് കേട്ട് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന നബിയുടെ ബദ്ധവൈരിയായിരുന്ന അബൂജഹൽ ഒക്കെ വളരെ മാന്യനായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഈ രീതിയിൽ ഒരിക്കലും അബൂജഹൽ അല്ലെങ്കിൽ അത് അബൂജഹലിനെ പോലുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചതായിട്ട് ചരിത്രത്തിൽ എവിടെയും നമുക്ക് വായിക്കാൻ കഴിയില്ല. എന്നാൽ ജബ്ബാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഇരുകാലി എന്നാണ് അയാളെ പറ്റി പറയേണ്ടത്. അപ്പോൾ ഈ ഇരുകാലി പറയുന്ന വാക്കുകൾ, പ്രതിപക്ഷ മര്യാദ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, ഇസ്ലാമിനെ വിമർശിക്കാം, നിരൂപണം നടത്താം, അതിനൊന്നും നമ്മളെതിരല്ല. മറ്റേ ഇവന് ചെയ്യുന്ന ഈ തോന്നിവാസം പറച്ചിൽ, അതാണ് യഥാർത്ഥത്തിൽ അവൻ്റെ തനിനിറം വ്യക്തമാക്കുന്ന കാര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവന് മാന്യനല്ല, ഇവനൊരു കവലച്ചപ്പെട്ടമ്പിയാണ് എന്നാണ് അവനെപ്പറ്റി പറയേണ്ടി വരും. അതായത് വിശുദ്ധ ഖുർആൻ പറയാത്ത സംഗതി ആരോപിച്ചുകൊണ്ടാണോ ഖുർആൻ എതിർക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുത കൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്.